ആ സൈഡിലോട്ട് നമ്മുടെ ഹൈഫയ്ക്ക് പോകുന്ന മെയിൻ റോഡാണ്. നമുക്കിന്ന് ഇങ്ങോട്ട് പോകാം. അമ്മച്ചിക്ക് വേണ്ട സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. ഇത് ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ വേസ്റ്റൊക്കെ കളയുന്നത്. ഇത് അമ്മച്ചിയുടെ കൊച്ചുമോൻ്റെ ഷോപ്പാണ് കേട്ടോ കാണുന്നത്, ആ സാൻഡ്വിച്ച് കടയൊക്കെ. ഇവിടെ ഞാൻ അമ്മച്ചിനെയും കൊണ്ട് നടത്താനൊക്കെ വരുമ്പോൾ ഇവിടെ ഇരുത്തുന്ന സ്ഥലമാണ്. ഇവിടെയും ഉണ്ട് വേസ്റ്റ് കളയുന്ന സ്ഥലം. ഇതാണ് ബാങ്ക് അപ്പോളിയാണ് കേട്ടോ, ഇതൊരു ബാങ്കാണ്. പിന്നെ ഇത് തിറാത്ത് കാർമറിലെ ഒരു ചെറിയ കെനിയോണാണ് കേട്ടോ, ചെറിയ ഷോപ്പുകളൊക്കെ ആയിട്ട്. ഈ ഒരു കൊച്ചു കടയിൽ, കൊച്ചു കടയെന്ന് പറയാൻ പറ്റില്ല, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിഗംഭീരമായ ഷോറൂമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഫ്ലാറ്റിലൊക്കെ അമ്മച്ചിലെ കസിൻസൊക്കെ താമസിക്കുന്നുണ്ട്. ഈ ഫ്ലാറ്റിലൊരു മലയാളി കൊച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കെനിയോൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രൻസ് ആണ്. ഇത് ഞാൻ പിസ്സ വാങ്ങിക്കുന്ന കടയാണ്. ഉച്ച കഴിയുമ്പോഴേ അത് തുറക്കുള്ളൂ, പടച്ചിട്ടേക്കുവാണ്. പിസ്സ കഴിക്കാൻ കൊതിയാകുമ്പോൾ ഓടി വന്ന് മേടിക്കുന്ന സ്ഥലമാണ്. പുതിയ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് ഇല്ല, എൻ്റെ ഫ്രണ്ട് വന്നില്ലേ, ഇല്ല ഒരു ഫ്രണ്ട് വന്നുണ്ട്. അവിടെ എന്നെ കാണുന്നില്ലെന്ന് തോന്നുന്നു. അനിപ്പോ ശ്യാമ സൂപ്പർ, ശ്യാമ മഹാർബ സേത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ കാര്യം പറഞ്ഞതേ ഉള്ളു. അവള് കറക്റ്റ് അവള് കടയിൽ പോകാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ഈ വണ്ടിയുടെ സൈഡിൽ കൂടി അങ്ങോട്ട് പോവാം. ഇതിവിടെ ഒരു അടച്ചിട്ടേക്കുന്ന ഷോപ്പ് കണ്ടോ. ആ ഷോപ്പ് നേരത്തെ ഇവിടെ കബാബൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് മേടിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നേ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഈ ചുട്ടിറച്ചി പോലത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. പിന്നെ ഇപ്പുറത്തുണ്ട്, ഇവിടെയും വന്ന് ഞാൻ മേടിക്കാറുണ്ട്. ഞാൻ കൂടുതലും മേടിച്ചുകൊണ്ടിരുന്നത് ഈ ഷോപ്പിൽ നിന്നാണ്. ഇവരിപ്പോൾ വേറെ സ്ഥലത്തോട്ട് മാറി കേട്ടോ, കാരണം ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കാനുള്ളത് കാരണം ഇവിടുന്ന് മാറാൻ കടക്കാരോട് പറഞ്ഞ് അവരുടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ എന്തൊക്കെയോ ഇൻഫോം ചെയ്തതനുസരിച്ച് അവരിച്ചിരും കൂടി സൗകര്യമുള്ള സ്ഥലത്തോട്ട് മാറിയതാണ്. ഇപ്പോൾ വന്ന് മേടിക്കുന്ന സ്ഥലമാണ് ഈ കട കണ്ടോ. പിന്നെ ഇങ്ങോട്ടുള്ള റൂട്ടിലോട്ട് പോയെന്നാൽ നമ്മുടെ മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ വന്നത് അവിടെ നിന്ന്, ഇങ്ങോട്ടും മലയാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. നമ്മൾ നേരെ തന്നെ പോവാം.
പിന്നെ ആ റോഡ് അങ്ങോട്ട് പോയെന്നാലും നമ്മുടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഈ റോഡ് വഴി അങ്ങോട്ട് പോകാൻ പറ്റും. നമ്മൾ നേരെ തന്നെ പോവാണേ. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കടകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ തിറാത്ത് കാർമൽ. ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു ടൗണാണ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. പാർക്കിൻ്റെ അങ്ങോട്ട് നമ്മുടെ മലയാളീസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു റൗണ്ട് ഉണ്ട് കേട്ടോ. ആ വണ്ടി പോകുന്നതിൻ്റെ അവിടെ കൊണ്ട് ആ റൗണ്ടിൻ്റെ അടുത്ത് താഴത്തോട്ടാണ് ജബോസ്തി സ്ട്രീറ്റാണ്. നമുക്കിവിടെ നിന്ന് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് ഇവിടെ ഈ മേനി എന്നൊക്കെ പറയുന്ന കടയൊക്കെയുള്ള സ്ഥലമാണ്. കഫേ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ കുറേ കടകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിക്ക് ഒരു തുന്നണ നൂല് മേടിക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടോ നമ്മുടെ മലയാളികളൊക്കെ ഓരോരോ ഫ്ലാറ്റിനുള്ളിൽ മലയാളീസും ശ്രീലങ്കയും ഫിലിപ്പീനും റൊമാനിയ റൂസി എല്ലാവരും ഉണ്ട് ഇരുന്ന് ഇവിടെ കെയർ വർക്ക് ചെയ്യുന്നവർ. ഇഷ്ടം പോലെ കെയർ ഗീവർ ജോബ് ചെയ്യുന്നവരുണ്ട് ഈ ഒരു പ്രദേശത്ത്. കടകളിലൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ. 20 ഷെക്കലിൻ്റെത് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. 20 ഷെക്കലിനാണ് ഈ പാൻറ്റ് ഇതും കൂടി വന്നേക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്നതാണോ ഇവിടെ ഉള്ളത്. ഇതൊക്കെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കണ്ടോ നമ്മച്ചിയുടെ ഒരു കസിനാണ് അവിടെ ഇരിക്കുന്നത്. אנישואה, הכל טוב? חודשים, לא נרות. עוד מעט. כן, לא, הכל בסדר. לא, אני אומרת עוד מעט חתונה. חתונה נירי, כן. איכשהו, לא, איכשהו. הכל בסדר, טוב מאוד. כמה שנים כבר? עכשיו אני 9.5 שנים בבית.
איזה כיף. כן, אני הכל פעם לדבר גילה, אני לפני לטייל, הכל פעם נרות, עכשיו אני לא נרות. אני כל הזמן פה. כן? פה. בסדר. אני פה, את אני לא. עכשיו אני לא. אז בעזרת השם עוד חודש. כן, הכל בסדר. כן, לא חודש, רק. איפה, לא, נכון, אבל איפה זה? פה בחיפה? איפה מתם? קרוב, חיפה. איפה מתי? כן, כן. איזה אולם יש שם? טוב, אני לא מבינה, גיל אמרה קרוב. קרוב. כן. אז אני יודעת. כן, כן, זה מתם קרוב. אז אפשר אוטובוס ומונית. בסדר. רק 2-3 שבוע, זה חתונה. נכון. כן. יופי. כן. ביי, תהנו, ביי. ഇത് മസാലക്കൂട്ടൊക്കെ കിട്ടുന്നൊരു കടയാണ് ഇവിടെ, ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ മസാലക്കൂട്ടൊക്കെ കിട്ടും. പിന്നെ ഈ കടയാണ് നമുക്ക് ബസ്സിൻ്റെ കാർഡൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ. ആദ്യമായിട്ട് ബസ് കാർഡൊക്കെ എടുക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ഏറ്റവും ആദ്യം ഇവിടെ വന്നിട്ടാട്ടോ എടുക്കുന്നത് ബസ് കാർഡ്. ഈ ഒരു ഇതിലാണ് വന്നിട്ട് എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് കാണിച്ച് ഫോൺ വഴി ഞാൻ വരുത്തിച്ച് ഇവിടെ എടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇരുന്നിട്ട്. കണ്ടോ വരുന്ന ഈ കടയിലാണ് അമ്മച്ചിയുടെ നൂലുള്ള കട. അവിടെ പോകാവേ. ഇവിടെയാണ് ചേഞ്ചൊക്കെ ഉള്ള ഉണ്ട്. ഇവിടെ ചേഞ്ചും GMTയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ നമ്മൾ ആ സൈഡിൽ നിന്ന് വന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഷോർട്ട് കട്ട് വഴി കയറുക ചെയ്തത് കേട്ടോ. നമ്മൾ ആദ്യം റോട്ടിൽ കൂടി നടന്ന് വന്ന വഴി വരുമ്പോൾ ഉള്ള റൗണ്ടാണിത്. ഇത് നേരെ പോണ തിരാത്കാർമലിലെ ബസ് സ്റ്റാൻഡിലോട്ടാട്ടോ പോണം. ആ ബസ് പോകുന്ന കാണിച്ചു തരാവേ. അതിപ്പോൾ ജബോൻസ്റ്റി സ്ട്രീറ്റ് വഴി വന്നിട്ട് തിരാത്കാർമലിലോട്ട് പോവാണ് കേട്ടോ. കണ്ടോ, ഒരു ബസ് തിരാത്കാർമലിലോട്ട് പോകുമ്പോൾ ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കിടക്കുന്ന ആളുകൾ കാരണം കണ്ടോ. ഇനിയിപ്പോൾ ആ പോണ് തിരാത്കാർമലിലോട്ടാണ്. ഇപ്പോൾ വന്നത് മറ്റേ ഇതാണ്, ഹൈഫയിലോട്ട് പോകാനായിട്ടുള്ളതാണ് ആ ബസ് കേട്ടോ. നമ്മളത് ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ ഡേ കെയർ സെൻറ്റർ മാധവൻ്റെ അങ്ങോട്ട് ഈ റോട്ടിൽ കൂടി പോകാം കേട്ടോ. ഇതിലും വഴിയും പോകാവേ. ഇത് ഇവിടുത്തെ ഒരു ഗോൾഡ എന്ന് പറഞ്ഞൊരു കടയാണ്, ഐസ്ക്രീം കടയാണ് കേട്ടോ. ഇത് സൂപ്പർ ഫാമാണ് ഉണ്ടോ. നേരെ അങ്ങോട്ട് കിടക്കുന്ന ജബോൻസ്റ്റി സ്ട്രീറ്റ്. നമ്മൾ ഏറ്റവും അറ്റം വരെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ക്ലബിലോട്ട് പോകുന്ന വഴി കാണാം.
ഇതുണ്ട് ഈ വലിയ ഫ്ലാറ്റ് ഈ തിരർക്കർമറിൽ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുമേ. അത്രയും വലിയ ഫ്ലാറ്റ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബസ് ചാർജ് ചെയ്തത് ഏത് കടയില്ല, ഇത് ഈ കടയില്ല വന്നിട്ട് ചാർജ് ചെയ്തത്. ബസ് കാർഡ് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ചാർജ് ചെയ്തത്. ഇത് സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കുവാണ് കേട്ടോ. നേരത്തെ ഈ കടയ്ക്കുള്ളിലായിരുന്നു ഇവരുടെ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വേറെ കടയായിട്ട് മാറി. സൂപ്പറിൻ്റെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും പോവുകയാണ്. എങ്ങോട്ടാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അമ്മച്ചിയുടെ തുന്നണ നൂല് മേടിക്കുന്ന സ്ഥലത്തോട്ട് ആ കട. שלום. שלום גברת. זה גם יותר בהיר, זה יותר כאלה. כמה זה מטר זה? 30 שקל. כמה אני צריכה לקחת? אני חושב 1.5 מטר, תכף אני אבדוק. אבל אני רוצה שזה יעשה ככה, זה את עופרת תעשה את זה. אז את צריכה 2 מטר. זה מטר? תכף אנחנו נבדוק, רק שנייה. לא, את לא צריכה 2 מטר. 1.5 מטר. אני חושבת, אם היא עושה ככה, זה יהיה ש... את יכולה לעשות גם 10 מטר ככה. נו, אז מה, לא תעשי שמלה ספרדיה. את יכולה לעשות קצת, את יכולה לעשות הרבה. אני נתתי לך עוד 30 סנטימטר. כמה אתה אמרת? 30? זה 1.5 מטר פה. 30. זה 45. אני לא יודעת כמה אני צריכה לקחת, אם היא אומרת. תגידי לה ותבואי. תגידי לה כמה את צריכה, שתמדוד והיא תגיד לך כמה. כן. תראי, זה לא מה שהיא אומרת, זה מה שאת רוצה. את לובשת את זה. כן. אז את יכולה לעשות קצת, את יכולה לעשות טיפה יותר, זה כמו וילון. מתי וילון? וילון תמיד לוקחים פי 3 אפילו. אם לוקחים 2 מטר צריך לקחת 6 מטר. אז וילון זה ממש ככה. תגיד, כמה יש לי פה? יותר טוב לדבר איתך, כי אתה יודע הכל. פה יש לך 1.20 מטר. אני אתן לך 2 מטר. 80 סנטימטר יותר. בסך הכל 2 מטר. 2 מטר מספיק? טוב, אבל תמיד אפשר להוסיף, זה לא בעיה, זה תופרים את זה. טוב, בסדר. אם את צריכה עוד 20 סנטימטר, את יכולה לבוא עוד 20, את יכולה לשים. זה לא בעיה. לשים תמיד אפשר. תביא 2 מטר. 2 מטר זה מספיק מאוד. טוב, תביא 2 מטר.
זה כמה? זה כמה? זה 15 כל אחד. זה? 15. זה 24. זה 20. זה 24 איך? כל אחד. זה 15. הלו גילה? כן, דיינה. זה גדול, זה 24, אחד, אחד זה. והאלה... אחר זה 15, אחד. אז תקני לה מה שאת רוצה, אחד כזה ואחד כזה. בסדר, גילה. אחד כזה ואחד כזה. בסדר. מה הצבע? אני עשיתי גילה, את רוצה מה הצבע? צהוב יפה, אז צהוב. מה צהוב? זה צהוב? סליחה? מה ששלחת לי, כזה חרדל. צהוב? പിന്നെ עוד מה? מה שאת רוצה. בסדר. ותקני לה. בסדר גילה. ביי. זה מספיק, כן. רק זה מספיק. זה טוב, מה אני זה טוב. לא, זה בסדר. זה טוב. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ ഈ നമ്പരാണോ ആവോ? പിന്നെ ഇപ്പം തൊട്ടിപ്പുറത്തുള്ള ഷോർട്ട് കട്ട് വഴി, ഷോർട്ട് കട്ടൊന്നും അല്ല, എല്ലാം സെയിം തന്നെ. ഇതിലും വഴിയും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. കയറി എന്താ ഇതൊക്കെ കടകളാണ്, ഏതൊക്കെയാണ് എന്താ വലിയ അമ്പരചുംബിയായ തിരാത് കാർമലിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയണ പോലെയാണത് നിൽക്കുന്നത്. ഇതിൽ മേളിലൊക്കെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ സൈഡ് വഴിയായിട്ടായിരുന്നു വന്നത്. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടി അങ്ങോട്ട് നടക്കാം. നമ്മൾ വന്നപ്പോൾ ഈ സൈഡിൽ കൂടി നടന്നാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടി നടക്കാം. അതേ നല്ലത്. റൗണ്ട് അവിടെ എല്ലാം വെയില. വേണ്ട
ഞാൻ നേരത്തെ ഈ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അമ്മച്ചിയുടെ മൂത്ത മകനെ സൈക്കിളിന് പോകുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ അവനല്ലേ ആ സൈക്കിളിൽ പോണത്. വീഡിയോ എടുത്തോണ്ടിരുന്ന കാരണം പിടിക്കാനും വിട്ടുപോയി. പിന്നെ മെയിൻ റോഡിൽ കൂടിയല്ലേ പോണേ. കണ്ടോ, ഇതത് കണ്ടോ, അവിടെ ഒരു റെഡ് കളർ കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഫ്ലാറ്റ് ഇതേ ഇവിടം കൊണ്ടല്ല, എവിടെയാണ് ഇത് ഇവിടം കൊണ്ട് വരുന്ന മേളിൽ വരുന്ന സ്ഥലത്ത് എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. കണ്ടോ, നടന്ന് അത് അപ്പുറത്തെ സൈഡിൽ കൂടി നടന്നു പോകുന്നു, തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടി നടന്നു പോകുന്നു. സാധാരണ ഇങ്ങനെ പുറത്ത് പോയാലും ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ലേ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് യൂട്യൂബിലോട്ട് ഇടാനായിട്ട് വീഡിയോസൊന്നും ഇല്ല. ഇതാകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എഡിറ്റൊന്നും ചെയ്യണ്ട, ചുമ്മാ അങ്ങോട്ട് എടുത്ത് ഇടാം എന്ന് വിചാരിച്ച് എടുത്തതാണ്. എങ്ങനെ എന്ത് എന്നൊക്കെ ഓരോ നടന്നു പോകുമ്പോഴത്തേക്ക് കാഴ്ചകൾ കണ്ട് നടക്കും. വീഡിയോസൊന്നും എടുക്കാൻ വിട്ടുപോകണമല്ല, കഴിയത്തില്ല സത്യം പറഞ്ഞ ഈ ഫോണും കൈ പിടിച്ചിങ്ങനെ നടക്കാനായിട്ട്. പിന്നെ വീഡിയോസ് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എടുത്തു പോകണതാ. നമുക്ക് അങ്ങോട്ടാട്ടാ പോകണ്ടേ. ഇതിനും വഴിയൊക്കെ പോയാലും നമുക്ക് ഷോർട്ട് കട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് കിടക്കാൻ. ഒരു വണ്ടി തന്നെ നഴ്സറി പിള്ളേരുടെ സ്കൂളാണ്. പിള്ളേരതുകൊണ്ട് കരയുന്നുണ്ട് അവിടെ കിടന്ന്. ഒരു 7-8 വർഷം മുന്നേ ഈ ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ GMT ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ മാറ്റി അങ്ങോട്ടാക്കി, സൂപ്പർ ഫാമിൻ്റെ അടുത്താക്കി. ഇതുണ്ട്, ഈ ബിൽഡിങ്ങിലൊക്കെ മലയാളീസ് ഉണ്ട്. നടന്ന് ഇതുണ്ടോ, ഇത് വെയിലത്ത് നിന്നാലേ അവരൊക്കെ ഇതൊക്കെ പണിയുന്നേ. ഓരോ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളും. എല്ലാവരും കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ പണിയെടുക്കുന്നതല്ലേ. എന്ത് വെയിലാന്നറിയാവോ, രേസിയോ ഒന്നും ഇല്ലാതെ നിന്ന്. ഇതൊക്കെ പിന്നെയും കടകളെങ്കിലും അടുത്തുണ്ടെന്ന് വിചാരിക്കുക. ചില സ്ഥലങ്ങളിലൊന്നും കടകൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും ഈ വെയിലത്ത് നിന്ന് പണിയേണ്ടിയൊക്കെ വേണ്ടത്. നമ്മുടെ ജോലിക്കൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അന്നേരം നമുക്ക് കുറേ ആശ്വാസം കിട്ടും. നമ്മുടെ ജോലി ചെയ്യാനുള്ളൊരു വീണ്ടും നമുക്കൊരു
ഉത്സാഹം കിട്ടും. നമ്മളെക്കാൾ നല്ലത് മാത്രം നല്ല ജോലിയുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളാകെ നെഗറ്റീവ് അടിച്ചു പോകും. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും എത്ര നെഗറ്റീവ് വന്നാലും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഇതൊക്കെ പാക്കിങ് ചെയ്ത് സാധനങ്ങൾ വിടുവാണ് അവരവിടെ നിന്ന്. എല്ലാ കടയിലും നല്ല ടേസ്റ്റിയും കാര്യങ്ങളും ആട്ടോ എല്ലാം. നമ്മുടെ കെനിയുടെ ഉൾഭാഗമാണിത്. ഇവിടെ നിന്നാണ് ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നത്. ഐസ്ക്രീം കഴിക്കാൻ കൊതുക് ഓടി എത്തുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു മലയാളി ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഷെറേത്ത് എന്ന് പറയുന്ന സ്ട്രീറ്റാണ് കേട്ടോ. നമ്മുടെ ഈ കാർ വന്ന ആ സൈഡ്. ഇപ്പം നമ്മൾ ഈ നടക്കുന്ന മെയിൻ സ്ട്രീറ്റിൽ പറയുന്നതാണ് ഹെർസൽ സ്ട്രീറ്റ് കേട്ടോ. ഇതിങ്ങനെ നീണ്ട് നിവർന്ന് അങ്ങോട്ട് താഴത്തോട്ട് കിടക്കുവാണ്. ആ കാറൊക്കെ അവിടുന്ന് വന്നതാണ് ഷെറേറ്റ്. ഈ സ്ട്രീറ്റിൽ എന്ന് കയറണത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ അവിടെ നിന്നുകൊണ്ട് ജബോൻ സ്ട്രീറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, താഴത്തോട്ട് ക്ലബിൻ്റെ അങ്ങോട്ട് ആ റൂട്ടോട്ട് ചെന്ന് കയറും കേട്ടോ. ഇതുപോലെ പല റോഡുണ്ട് ഇതിരം വഴി ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചെന്ന് കയറുന്നത്. ഇതിരം വഴി നമുക്ക് അങ്ങോട്ട് പോകാം. സൂപ്പറിൻ്റെയൊക്കെ ഇപ്പം നമ്മൾ പോയ സൂപ്പർ മാർക്കറ്റിൻ്റെയും അങ്ങോട്ടൊക്കെ സൂപ്പർ ഫാമിൻ്റെയൊക്കെ അങ്ങോട്ട് കണ്ടോ. നമുക്ക് പോകേണ്ട സ്ഥലമെത്തി. നമ്മുടെ വീടെത്തിയാൽ വയ്ക്കുക കേട്ടോ.